പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പെന്തക്കുസ്ത തിരുനാളിനായിട്ട് നമ്മൾ ഏറ്റവും അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച 19-ാം തീയതി പെന്തക്കുസ്ത തിരുനാളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോഴാണ് യേശുവിൻ്റെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും വേണ്ട വിധം പ്രവർത്തിക്കുവാനുള്ള ശക്തിയും ധൈര്യവും അഭിഷേകവും ലഭിച്ചത്. ആ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും നിറയുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കിന്ന് പരിശുദ്ധാത്മാവിൻ നൽകുന്ന ഫലമായ സൗമ്യത ലഭിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സംഖ്യയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വച്ച് സൗമ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. മോശ ഈ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. അദ്ദേഹത്തിന് അത്രയും ശാന്തതയുണ്ടായിരുന്നു, സൗമ്യതയുണ്ടായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ മോശയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മോശ ആദ്യകാലങ്ങളിൽ അത്രയും സൗമ്യനല്ലായിരുന്നു എന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകം നമ്മോട് പറയുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ മോശയുടെ ഒരു പ്രവൃത്തി അവിടെ വായിക്കുന്നുണ്ട്. അവിടെ ഒരിക്കൽ ഒരു ഇസ്രായേൽക്കാരനെ ഒരു ഈജിപ്തുകാരൻ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരെ മർദ്ദിക്കുന്ന ആ ഈജിപ്തുകാരനെ ഒരൊറ്റ അടി കൊണ്ട് കൊന്നുകളഞ്ഞ ആളാണ് മോശ. മോശയുടെ ദേഷ്യം, മോശയുടെ കോപം അത്രയും ശക്തമായിരുന്നു. തൻ്റെ ഒരു സഹോദരനെ വേറൊരാൾ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കോപം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ ഉടനെ തന്നെ അദ്ദേഹത്തിന് ആ ഈജിപ്തുകാരനെ അടിച്ചു. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ ആ മണലിൽ അദ്ദേഹത്തെ മറവ് ചെയ്തു. അതിനുശേഷം മോശ അവിടെ നിന്നും ഓടിപ്പോയി എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ മോശയുടെ ആദ്യ നാളുകളിൽ മോശയ്ക്ക് ഈ ആത്മനിയന്ത്രണക്കുറവും പെട്ടെന്ന് വരുന്ന കോപവും അരിശവും അതുപോലെയുള്ള പ്രവൃത്തികളും ഉണ്ടായിരുന്നു. പക്ഷെ തുടർന്ന് മോശ ഒളിച്ചോടിപ്പോയ മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ കൂടെ ആടുകളെ മേയിച്ച് 40 വർഷത്തോളം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയുള്ള ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും മോശ എന്ന പ്രവാചകൻ ഈ ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യനായി രൂപാന്തരപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും എത്ര കോപമുള്ള വ്യക്തികൾക്കും, എത്ര ശാന്തതയില്ലാത്തവർക്കും, എത്ര സൗമ്യതയില്ലാത്തവർക്കും ശാന്ത സ്വഭാവത്തിലേക്ക്, സൗമ്യതയിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്നാണ് മോശയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് സൗമ്യത, ശാന്തത. ഒരുപക്ഷെ നമ്മളുടെ കുടുംബങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചാൽ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പല പ്രശ്നങ്ങളും ആരുടെയെങ്കിലും
പെട്ടെന്നുള്ള കോപം മൂലമായിരിക്കാം. ഒരുപക്ഷെ കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പല വഴക്കുകളും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഒരുപക്ഷെ മക്കളുടെ പെട്ടെന്നുള്ള കോപം മൂലമോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ശാന്തതയില്ലാത്ത സ്വഭാവം മൂലമോ ആകാം. അപ്പോൾ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അപ്പോൾ യേശുവിനെ പോലെ ശാന്തതയും സൗമ്യതയും സ്വന്തമാക്കുവാൻ ഈ പെന്തക്കുസ്ത തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 ഈ അടുത്ത നാളുകളിലൊക്കെ ഒത്തിരിയേറെ ഡിവോഴ്സ് കേസുകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് വിവാഹ ജീവിതം അവസാനിപ്പിക്കും. പലരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആരുടെയെങ്കിലും പെട്ടെന്നുള്ള കോപമോ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയോ വാശിയോ ആണ് പലപ്പോഴും വിവാഹമോചനത്തിലേക്കും ഡിവോഴ്സിലേക്കും നയിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന സൗമ്യത നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു പുണ്യമാണ്. അത് നമ്മൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കണം. ഈ സൗമ്യതയെ ഇംഗ്ലീഷിൽ അതിന് മീക്ക്നെസ് എന്നാണ് പറയുക. ശാന്തത, സൗമ്യതയെ മീക്ക്നെസ് എന്നാണ് പറയുക. അപ്പോൾ ആത്മീയ പിതാക്കന്മാർ പറയും, മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്. അതായത് സൗമ്യത ഒരു ബലഹീനതയല്ല. ജീവിതത്തിൽ പലപ്പോഴും സൗമ്യരായി ജീവിക്കുന്നവരും ശാന്തരായി ജീവിക്കുന്നവരും അവർ ബലഹീനരാണെന്നൊരിക്കലും ചിന്തിക്കരുത്. മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്. അതെ, സൗമ്യതയും ശാന്തതയും ഒരു ബലഹീനതയല്ല. ആത്മാവിൽ ഒരു വ്യക്തി ശക്തിപ്പെടുന്നതനുസരിച്ചാണ് ബാഹ്യപ്രവർത്തനങ്ങൾക്ക് ശാന്തതയും സൗമ്യതയും കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിലെ പലരും മനുഷ്യരും ചിന്തിക്കുന്നുണ്ട്, പെട്ടെന്ന് ബഹളമുണ്ടാക്കുന്നതും പെട്ടെന്ന് ബഹളം വെച്ച് തെറി പറയുന്നതും അടിക്കുന്നതും അതൊക്കെയാണ് ഒരു ധൈര്യമുള്ള വ്യക്തിയുടെ, ധൈര്യശാലിയുടെ ഒക്കെ അടയാളമെന്ന് നമ്മളിൽ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനവും ആത്മീയപിതാക്കന്മാരും നമ്മളെ പഠിപ്പിക്കുക, ആത്മാവിൽ ശക്തിയുള്ളവർക്ക് മാത്രമാണ് ശാന്തത പാലിക്കാൻ സാധിക്കുക, സൗമ്യത പാലിക്കാൻ സാധിക്കുക. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരും ബഹളമുണ്ടാക്കുന്നവരും പ്രതികരിക്കുന്നവരും ഉള്ളിൽ ശാന്തതയില്ലാത്തവരും ആത്മാവിൽ ശാന്തതയില്ലാത്തവരും അതൊരു കുറവാണെന്ന് തിരിച്ചറിയേണ്ടതുമാണ്. യേശുവേ നന്ദി. അപ്പോൾ യേശു ശാന്തശീലനായിരുന്നു, യേശു വിനീത ഹൃദയനായിരുന്നു. അതൊരിക്കലും യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു കുറവായിരുന്നില്ല. മോശ ഈ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് ശാന്തനായിരുന്നു, സൗമ്യനായിരുന്നു എന്ന് പറയുമ്പോഴും മോശ എന്തുമാത്രം ഉത്തരവാദിത്തങ്ങളാണ് നിർവഹിച്ചത്, എത്ര വലിയ കാര്യങ്ങളാണ് നിർവഹിച്ചത്. മോശ ധൈര്യസമേതം ദൈവം കൽപ്പിച്ചതുപോലെ ഫറവോയുടെ കൊട്ടാരത്തിൽ പോയി ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കണമെന്ന് ഒരു ഭയവും കൂടാതെ അദ്ദേഹത്തിന് ഫറവോയുടെ അരികിൽ പറയാൻ പറ്റി. ഇസ്രായേൽക്കാരുടെ ഇടയിൽ പലപ്പോഴും വഴക്കുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ മോശ സൗമ്യതയോടെ അത് കൈകാര്യം ചെയ്തു. അതോടൊപ്പം ഇസ്രായേൽ ജനത്തെ വളരെ ശക്തമായ രീതിയിൽ ഈ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശ മോചിപ്പിച്ചു. അപ്പം ഇതെല്ലാം ചെയ്തത് മോശ ബലഹീനനായിരുന്നത് കൊണ്ടല്ല, മോശ ആത്മാവിൽ ശക്തിയുള്ള വ്യക്തിയായിരുന്നു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന സൗമ്യതയും ശാന്തതയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാലും ഈ സൗമ്യതയും ശാന്തതയും കുറഞ്ഞു വരുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പത്രങ്ങളിലൊക്കെ വാർത്ത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടി വി വാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ, വണ്ടിക്കൊന്ന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഗ്ലാസ് പൊട്ടിക്കുന്നവരും ബഹളമുണ്ടാക്കുന്നവരും, അല്ല എങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് ഹോട്ടലിൽ വെച്ച് വഴക്കുണ്ടായി എന്ന് പറഞ്ഞ് ആ വഴക്കുണ്ടായ ആളെ തെരഞ്ഞു പിടിച്ച് കൊന്നുകളയുന്നതും ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വായിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ശാന്തതയില്ലാതെ സൗമ്യതയില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം ഈ ലോകത്തിൽ കൂടിക്കൂടി വരുന്നു.
കുട്ടികളുടെ ഇടയിൽ പോലും സൗമ്യതയും ശാന്തതയുമില്ലാത്ത ഒരവസ്ഥ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് സൗമ്യത എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലം നൽകണമേ, ആ പുണ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പരസ്പര ബന്ധങ്ങൾ വളരുന്നത് സൗമ്യതയുള്ളവരുടെ ഇടയിലാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എഫീസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങളിൽ പൗലോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ അത് ദാമ്പത്യ ജീവിതത്തിലെ ദാമ്പത്യ ബന്ധമാകട്ടെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാകട്ടെ, അയൽപ്പക്ക ബന്ധങ്ങളാകട്ടെ, ഒരു സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ബന്ധമാകട്ടെ, ഒരു സ്ഥാപനത്തിലെ ഉടമസ്ഥരും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാകട്ടെ, എല്ലായിടത്തും സൗമ്യത, ശാന്തത അത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു പുണ്യമാണെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ഒരു വ്യക്തിയുടെ തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ പോലും അത് സൗമ്യതയോടെ ചെയ്യണം. അലറി വിളിച്ചുകൊണ്ടും ബഹളം വെച്ചുകൊണ്ടുമല്ല തെറ്റുകൾ തിരുത്തേണ്ടതെന്ന് പൗലോസ് ലീഹ നമ്മളെ പഠിപ്പിക്കും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം തിരുവചനം, സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോൾ, സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാം, നമ്മളെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പൗലോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ആത്മീയരാണോ എന്നതിൻ്റെ തെളിവാണ് സൗമ്യതയോടെ തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6:1 പൗലോസ് ലീഹ പഠിപ്പിക്കുകയാണ്, സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിൽ അകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവരെ വീണ്ടെടുക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, നമ്മളൊരു ഗാനം ആലപിക്കുന്നതിന് മുമ്പ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിറവും ലഭിക്കുവാൻ നമ്മളൊരു ഗാനം ആലപിക്കുന്നതിന് മുമ്പ് നമുക്ക് കണ്ണുകൾ അടച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന ഈ സൗമ്യതയുണ്ടോ, ശാന്തതയുണ്ടോ? പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എനിക്കുണ്ടോ? കോപശീലം എന്നിലുണ്ടോ? ഞാൻ പൊട്ടിത്തെറിക്കുന്നത് മൂലം എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ? അതല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ആരെങ്കിലും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ളത് മൂലം, ശാന്തതയും സൗമ്യതയും ഇല്ലാത്ത മൂലം എൻ്റെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ? എനിക്കെൻ്റെ ജീവിത പങ്കാളിയോട് സൗമ്യതയോടെ പെരുമാറാനാകുന്നുണ്ടോ? എനിക്കെൻ്റെ മക്കളോട് സൗമ്യമായി പെരുമാറാൻ സാധിക്കുന്നുണ്ടോ? എനിക്കെൻ്റെ എൻ്റെ മാതാപിതാക്കളോട് സൗമ്യമായി പെരുമാറാൻ സാധിക്കുന്നുണ്ടോ? എനിക്കെൻ്റെ അയൽക്കാരോട് സൗമ്യമായി പെരുമാറാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ ജോലി സ്ഥലത്തെ അധികാരികളോടും എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോടും സൗമ്യതയോടെ പെരുമാറാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. ഇന്നത്തെ ലോകത്തിൽ ശാന്തതയും സൗമ്യതയും ഇല്ലാത്തവരുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് കൂടെ തല്ലും വഴക്കും കൊലപാതകവും ഒക്കെ നടക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് കൂടുതൽ ശാന്തത ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം, സൗമ്യത ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് ആത്മാവിൽ കൂടുതൽ ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്നും പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കളൊക്കെ പരീക്ഷാ റിസൾട്ട് അറിഞ്ഞവർ, അവർ പുതിയ പഠനങ്ങൾക്കായിട്ട് ഒരുങ്ങുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, മറ്റുള്ള നിയോഗങ്ങളുള്ളവരുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി സമർപ്പിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന്
ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, പെന്തക്കോസ്താ തിരുനാളിൽ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അവരെ ശക്തിപ്പെടുത്തിയ ധൈര്യപ്പെടുത്തിയ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഓ പരിശുദ്ധാത്മാവേ, വരങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. മോശയെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. മോശയെ പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളെയും പുതിയ സൃഷ്ടികളാക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വരങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച സൗമ്യത എന്ന പുണ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ശാന്തത ഞങ്ങൾക്ക് നൽകണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങൾക്ക് ശാന്തമായ ഹൃദയം നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. അത്ഭുത സൗഖ്യങ്ങളും പ്രവർത്തിക്കണം. കരമടിച്ച് നമുക്ക് ഈ കാലത്തോട് ചേർന്ന് പാടാം. കരമടിച്ച് ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ അഗ്നിനാവുകളെന്മേൽ പതിയണമേ, അഗ്നിനാവുകളെന്മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിനായി പണ്ടു മോശമേല തീ പകർന്നു കൊടുത്തവനെ. ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിനായി പണ്ടു മോശമേല തീ പകർന്നു കൊടുത്തവനെ. തീയിൽ മുൾപ്പടർപ്പു കത്തും പോലെ ഇറങ്ങണമേ, ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. തീയിൽ മുൾപ്പടർപ്പു കത്തും പോലെ ഇറങ്ങണമേ, ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ.
ജനങ്ങൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ ലോകത്തിനു വെളിപ്പെടുത്താൻ. ജനങ്ങൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ ലോകത്തിനു വെളിപ്പെടുത്താൻ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേയോ, അഭിഷേകം പകരണമേ. മലകൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നീ ആകാശം കീറിയന്മേൽ ഇറങ്ങണമേ. മലകൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നീ ആകാശം കീറിയന്മേൽ ഇറങ്ങണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാൽ എൻ്റെ ഉള്ളം നിറയ്ക്കണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാൽ എൻ്റെ ഉള്ളം ഉയർത്തിയടിച്ച് ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ അഗ്നിനാവുകളന്മേൽ പതിയണമേ, അഗ്നിനാവുകളന്മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, പരിശുദ്ധാത്മാവേ സുഖപ്പെടുത്തണമേ. വലിയ സൗഖ്യം, വലിയ കരങ്ങളെടുത്ത് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകത്തിന് വേണ്ടി സ്തുതിച്ചേ. വലിയ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി, ആത്മാവിന്റെ ശക്തി കൊണ്ട് കൃപകളാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ, ദൈവമേ. ഒരു സഹോദരി സ്വന്തം വീട്ടിൽ തന്നെ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ അംഗീകരിക്കാൻ സാധിക്കാത്തതുമൂലം നിശബ്ദയായിട്ട് എപ്പോഴും ഇരിക്കുന്നു. അങ്ങനെ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ആ സഹോദരിയെ കർത്താവ് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ് പരിക്ക് പറ്റിയ ഒരാളെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പൈൽസിന്റെ അസുഖം, ഫിഷർ ഇങ്ങനെയുള്ള രോഗപീഠകളുള്ള 4 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തലയിൽ
ഒരു മുൾക്കിരീടം ഇരിക്കുന്നത് പോലെ ശക്തമായ തലവേദന അനുഭവപ്പെടുന്ന 11 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഇപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സഹോദരി ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച് ഒത്തിരിയേറെ ആകുലപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സഹോദരിയെ കർത്താവ് സ്പർശിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ശക്തമായിട്ടുള്ള നടുവേദനയുള്ള 8 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. മക്കളുടെ തുടർന്നുള്ള പഠനങ്ങൾ എന്താകും, എങ്ങനെ അവരെ പഠിപ്പിക്കും, എന്താണ് പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിയന്ത്രണമില്ലാത്ത ആകുലത, ഓവർ ആൻസൈറ്റി ഉള്ള 32ഓളം മാതാപിതാക്കളെ കർത്താവ് സ്പർശിച്ച് അവരുടെ കാര്യത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വീട്ടിൽ വളർത്തുന്ന പശു ചത്തുപോയി ആ സങ്കടം വിട്ടു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഏറെ വിവാഹ ആലോചനകൾ വന്നിട്ടും നടക്കാത്ത ഒരു വിവാഹം, ഒരു സഹോദരന്റെ വിവാഹമാണ്. കർത്താവ് അത് പെട്ടെന്ന് ഒരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന 62 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ലിവർ സംബന്ധമായ അസുഖങ്ങൾ, ലിവർ സിറോസിസ്, അതുപോലെയുള്ള ലിവർ സംബന്ധമായ അസുഖങ്ങളുള്ള 4 പേരെ കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ചൂടുകാലത്ത് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ, സ്കിൻ സംബന്ധമായ തൊലിപ്പുറത്തുള്ള രോഗപീഠകൾ, പുഞ്ചച്ചൂട്, ചൊറിച്ചില്, അതുപോലെ നിറം മാറ്റം, അങ്ങനെയൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്ന 12ഓളം പേരെ കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാൽമുട്ടിന് ശക്തമായ വേദനയുള്ള 8 പേരെ കർത്താവ് സ്പർശിക്കുന്നു. അതിൽ ഒരു സഹോദരിയോട് കാൽമുട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവ് 8 പേരെയും അനുഗ്രഹിക്കുന്നു, സുഖപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. റോസ്ലി എന്ന പേര് ചൊല്ലി കർത്താവ് വിളിച്ചൊരു സഹോദരിയെ അനുഗ്രഹിക്കുന്നു. മേരി എന്ന പേര് ചൊല്ലി വിളിച്ച് കർത്താവ് ഒരു സഹോദരിയെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. തലമുടി കൊഴിഞ്ഞു പോകുന്നു, വളരെയധികം കൊഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഏറെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന 6 പേരെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്, സുഖപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഞാൻ ചമൽ ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് റോസമ്മ. എൻ്റെ മകളുടെ സ്ഥലം വിൽക്കാൻ ഒത്തിരി തടസ്സമായിരുന്നു. ഞാനിവിടെ വന്ന് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തടസ്സം മാറി നല്ല വിലയ്ക്ക് സ്ഥലം വിൽക്കാൻ സാധിച്ചു. ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി. ചമ്മൽ ഇടവകയിൽ നിന്നും റോസമ്മ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അന്നക്കുട്ടി, താമരശ്ശേരി. സർവശക്തൻ്റെ നാമത്തിൽ പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതലിനായി പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൂദാ തദ്ദേവസിനോടും വിശുദ്ധ മിഖായേലിനോടും സകല വിശുദ്ധരോടും പുതുപ്പാടി ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി പൈശാചിക ശക്തികൾ ഉപദ്രവങ്ങളിൽ നിന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും മക്കൾക്കും രക്ഷ ലഭിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. ആ സഹോദരി തന്നെ ഒരു സാക്ഷ്യം കൂടെയുണ്ട്. ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ പേരിലുണ്ടായിരുന്ന കേസ് സത്യാവസ്ഥ മനസ്സിലാക്കി തള്ളിപ്പോയി. കേസിൽ നിന്ന് രക്ഷിച്ചതിനും മറ്റനവധി അനുഗ്രഹങ്ങൾ ഈശോ ഞങ്ങൾക്ക് നൽകിയതിനും
സർവശക്തനായ ദൈവത്തിനും പരിശുദ്ധമ്മയ്ക്കും സകല വിശുദ്ധർക്കും നന്ദി പറയുന്നു. അന്ന താമരശ്ശേരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു എന്നെ വിളിച്ചിടുന്നു, എന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല തലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും